ഹായ്, സോഷ്യോ വീഡിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും. ഇനി നമ്മൾ ഇന്ന് പറയുന്നത് വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റേൺ റോമൻ എംപയറും അതിന്റെ ഫീച്ചേഴ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ ദ ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമ സാമ്രാജ്യം. ദെൻ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒരു സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇത് തന്നെയാണ്, അതിന്റെ ക്യാപിറ്റല്. നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ദെൻ ഇനി പറയുന്നത് വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ ദ ഹോളി റോമൻ എംപയർ, അതിന്റെ ക്യാപിറ്റൽ ഏതാണ്? റോമാണ്. ഏതാണ്? റോമാണ്. ദെൻ ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു വെസ്റ്റേൺ റോമൻ എംപയർ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം, ഏത് പേര്? ദ ഹോളി റോമൻ എംപയർ, ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്നാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഈസ്റ്റേൺ റോമൻ വെസ്റ്റേൺ റോമൻ എംപയറിന് ഇങ്ങനെ ഒരു പേര്, ദ ഹോളി റോമൻ എംപയർ അല്ലെ, വെറുതെ ഒരു പേര് എന്തെയില്ല വരില്ല, അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പൊ ആ റീസൺ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എന്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ ഏതാണ്? റോമാണ്. വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റല് റോം അല്ലെ. അപ്പം ഈ ഒരു വെസ്റ്റേൺ റോമൻ എംപയർ എന്ത് ചെയ്യും, നിരന്തരമായിട്ട് ഒരു ജർമാനിക് ട്രൈബ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നിരന്തരം അറ്റാക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരു സാമ്രാജ്യത്തെ രാജാക്കന്മാര് മറ്റൊരു സാമ്രാജ്യം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പ്രദേശം കൂടുതൽ വിസ്തൃതമാകാൻ അല്ലെ, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെയും മറ്റു പല രാജാക്കന്മാരും അല്ലെങ്കിൽ മറ്റു പല ട്രൈബ്സും വന്നിട്ട് ഈ വെസ്റ്റേൺ റോമൻ എംപയർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിച്ചില്ലേ. കണ്ടിന്യൂസ് ഇൻവേഷൻസ് ഓഫ് ദി ജർമാനിക് ട്രൈബ്സ്, നിരന്തരമായിട്ട് ജർമാനിക് ട്രൈബ്സ് ഇതെന്ത് ചെയ്തു, വെസ്റ്റേൺ റോമൻ എംപയർ അറ്റാക്ക് ചെയ്തു. അങ്ങനെ അവസാനം ഒരു വിഭാഗം ആൾക്കാർ, ആര്? നൊമഡിക് ട്രൈബ്സ്. റോമൻ എംപയർ ആര് അവസാനം ക്യാപ്ചർ ചെയ്തു? നൊമഡിക് ട്രൈബ്സ് എന്ത് ചെയ്തു, അവസാനം ക്യാപ്ചർ ചെയ്തു. നമ്മൾ പറയുന്നത് വെസ്റ്റേൺ റോമൻ എംപയർ ആണ്. ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതാണ്? റോമാണ്. ഈ ഒരു വെസ്റ്റേൺ റോമൻ എംപയർ നിരന്തരമായിട്ട് ജർമാനിക് ട്രൈബ്സ് എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, നൊമഡിക് ട്രൈബ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പിടിച്ചെടുത്തിട്ട് ഉള്ളത്. അതിലൊരു വിഭാഗം ആൾക്കാരായിരുന്നു ആര്? ഫ്രാങ്കുകൾ. ആരാണ്? ഫ്രാങ്ക്സ്. മോസ്റ്റ് പ്രൊമിനന്റ് എമംഗ് ദം വാസ് ദി ഫ്രാങ്ക്സ്. അതായത് ഈ നൊമഡിക് ട്രൈബ്സിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം ആൾക്കാരായിരുന്നു ആരെന്ന് പറയുന്നത്, ഫ്രാങ്കുകൾ എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പം ഒരു എംപയർ ആകുമ്പോൾ അപ്പം അവരുണ്ടാക്കിയ എംപയർ ആണ് ഫ്രാങ്കിഷ് എംപയർ. അപ്പം ഒരു ഫ്രാങ്കുകൾ ഉണ്ടാക്കിയ എംപയർ ആണ് ഫ്രാങ്കിഷ് എംപയർ. അപ്പൊ അതിലെ രാജാവ്, ഒരു സാമ്രാജ്യന്മാരുണ്ടാവും, രാജാവ് ഉണ്ടാവും. അപ്പം ഈ ഒരു വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ ഹോളി റോമൻ എംപയറിലെ പ്രശസ്തനായിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് എംപയർ ആണ് ആരെന്ന് പറയുന്നത്, ഷാലമീൻ. ആരാണ്? ഷാലമീൻ. അപ്പം ഫ്രാങ്കിലെ പ്രശസ്തനായിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എംപറർ ആണ് ആര്? ഷാലമീൻ. അദ്ദേഹം ഒരു കരോലിജൻ വംശജനായിരുന്നു. കരോലിജൻ ഡൈനാസ്റ്റിയിൽപ്പെട്ട ഒരു ആളായിരുന്നു ആര്? ഷാലമീൻ. ഓക്കെ, ക്ലിയർ. അതായത് വെസ്റ്റേൺ റോമൻ എംപയർ നിരന്തരമായിട്ട് ട്രൈബ്സ് എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. അവസാനം ആരാ ക്യാപ്ചർ ചെയ്തത്? നൊമഡിക് ട്രൈബ്സ്. അതിന്റെ വിഭാഗമായിരുന്നു ആര്? ഫ്രാങ്കുകൾ. ഫ്രാങ്കുകള് പ്രധാനപ്പെട്ട ഒരു കിങ് ആയിരുന്നു അല്ലെങ്കിൽ എംപറർ ആയിരുന്നു അല്ലെങ്കിൽ രാജാവായിരുന്നു, ഭരണാധികാരികളായിരുന്നു, എന്ത് വേണമെങ്കിലും പറയാം. എംപറർ ആയിരുന്നു ആര്? ഷാലമീൻ. ഷാലമീൻ എന്ത് ചെയ്തു? ഷാലമീൻ ആയിരുന്നു ഈ ഒരു വെസ്റ്റേൺ റോമൻ എംപയറിലെ പ്രശസ്തനായിട്ടുള്ള കിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ദ ഹോളി റോമൻ എംപയറിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം, ശരിക്കും ശ്രദ്ധിക്കണേ, ഇതാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഈ ഒരു എംപയറിന് ഹോളി റോമൻ എംപയർ എന്ന പേര് വരാം. അങ്ങനെ ഇങ്ങനെ വെറുതെ പേരുണ്ട് എന്ത് ചെയ്യില്ല, ഇടില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള തക്കതായിട്ടുള്ള എന്തുണ്ടാവും കാരണം. ഇവിടുത്തെ കാരണം എന്ന് പറയുന്നത്, ഒരു പോപ്പ് ലിയോ തേർഡ് ഉണ്ടായിരുന്നു. ആര്? പോപ്പ് ലിയോ തേർഡ്. പോപ്പ് ലിയോ തേർഡ് ആരാണ്? സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കാത്തോലിക് ചർച്ച്. ഒരു കത്തോലിക്ക മത മേധാവിയായിരുന്ന, നമ്മൾ ക്രിസ്ത്യാനികളില് ഒരു ഏറ്റവും ടോപ്പിലായിരിക്കും പോപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഈ ക്രിസ്ത്യൻ മത മേധാവിയായിരുന്ന പോപ്പ് ലിയോ തേർഡിനെ
ആര്? ലൊംബാർഡുകൾ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. പോപ്പ് ലിയോ തേർഡിനെ. ആരായിരുന്നു പോപ്പ് ലിയോ തേർഡ്? സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കാത്തോലിക് ചർച്ചിലെ ക്രിസ്ത്യൻ മത മേധാവിയായിരുന്ന പോപ്പ് ലിയോനെ ട്രൈബൽ അറ്റാക്ക് ഓഫ് ദി ലൊംബാർഡ്സ് എന്ന നാടോടികൾ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. അങ്ങനെ അറ്റാക്ക് ചെയ്തപ്പോ നമ്മുടെ ശാലമീനെ പോപ്പ് ലിയോ തേർഡിനെ എന്ത് ചെയ്തു? സേവ് ചെയ്തു, സംരക്ഷിച്ചു, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തു. അതിന് നമുക്ക് ഒരാള് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചും എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെ ലൊംബാർഡിൽ നിന്ന് പോപ്പ് ലിയോ തേർഡിനെ ശാലമീന് സേവ് ചെയ്തപ്പോ, രക്ഷിച്ചപ്പോ അതിന് പ്രത്യുപകാരമായിട്ട് പോപ്പ് ലിയോ തേർഡ് ശാലമീൻ എന്ത് ചെയ്തു? പോപ്പ് ക്രൗണ്ട് ഹിം ആസ് ഹോളി റോമൻ എംപയർ. പോപ്പ് തേർഡ് എന്ത് ചെയ്തു? ശാലമീനെ വിശുദ്ധ റോമൻ ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്തു? കിരീടധാരണം നടത്തുകയും ചെയ്തു. അന്ന് മുതലാണ് ഈ എംപയർ, ഏത് എംപയർ? വെസ്റ്റേൺ റോമൻ എംപയർ, ദ ഹോളി റോമൻ എംപയർ, അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യം എന്നെന്ത് ചെയ്തത്? അറിയപ്പെട്ടത്. പാശ്ചാത്യ റോമൻ സാമ്രാജ്യം വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന് അറിയപ്പെടാനുള്ള കാരണം പോപ്പ് ലിയോ മൂന്നാമനെ. ആരായിരുന്നു പോപ്പ് ലിയോ മൂന്നാമൻ? സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കാത്തോലിക് ചർച്ച്, കത്തോലിക്ക മത മേധാവിയായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ ആരക്രമിച്ചു? ലൊംബാർഡുകൾ ആക്രമിച്ചു. അതിൽ നിന്ന് പോപ്പ് ലിയോ മൂന്നാമനെ ശാലമീൻ സംരക്ഷിച്ചു. അതിന് പ്രത്യുപകാരമായിട്ട് പോപ്പ് ലിയോ മൂന്നാമൻ ശാലമീനെ വിശുദ്ധ റോമൻ ചക്രവർത്തിയായിട്ട് കിരീടധാരണം നടത്തുകയും ചെയ്തു. അന്ന് മുതലാണ് ഈ എംപയർ എന്ന് പറയുന്നത് ദ ഹോളി റോമൻ എംപയർ, അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യം എന്നെന്ത് ചെയ്തത്? അറിയപ്പെടുകയും ചെയ്തത്. അപ്പൊ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു എംപയറിന് ഹോളി റോമൻ എംപയർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? പോപ്പ് ലിയോ മൂന്നാമനെ ലൊംബാർഡികളിൽ നിന്ന് ആര് രക്ഷിച്ചു? ശാലമീൻ രക്ഷിച്ചു. അന്ന് മുതൽ ഈ എംപയർ ഹോളി റോമൻ എംപയർ എന്ന് എന്ത് ചെയ്തു? അറിയപ്പെടുകയും ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹോളി റോമൻ എംപയറിന് ആ പേര് വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞു അല്ലെ. പോപ്പ് ലിയോ തേർഡിനെ ലൊംബാർഡ്സ് എന്ന ട്രൈബ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാക്ക് ചെയ്തു. അതിൽ നിന്ന് ശാലമീൻ എന്ത് ചെയ്തു? പോപ്പ് ലിയോ തേർഡിനെ സേവ് ചെയ്തു. അതോടുകൂടിയാണ് ഈ ഹോളി റോമൻ എംപയർ എന്ന പേര് വന്നത്. ഓക്കെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ആകെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒന്ന്, ഈ ഹോളി റോമൻ എംപയർ എന്ന പേര് വരാൻ കാരണം, പിന്നെ ശാലമീന്റെ എന്തൊക്കെയാണ് ഭരണ നേട്ടങ്ങൾ, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ശാലമീന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ശാലമീന്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ശാലമീൻ നമ്മൾ പറഞ്ഞു ഒരു ഹോളി റോമൻ എംപയറിലെ കിങ് ആയിരുന്നു. ആരെന്ന് പറയുന്നത്? ശാലമീൻ എന്ന് പറയുന്നത്. അവരുടെ ക്യാപിറ്റൽ റോം തന്നെയായിരുന്നു. ഓക്കെ. അതിൽ പറയുന്നുണ്ട് വളരെ ശക്തനായിട്ടുള്ള, കഴിവുള്ള, കരുത്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ശാലമീൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് കോൺകറർ ആൻഡ് എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ, അല്ലെ? വളരെ നല്ല രീതിയിലുള്ള ഭരണാധികാരിയും അതുപോലെ തന്നെ ഒരു കഴിവുത്ത ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? ശാലമീൻ. Then next, he brought almost all of the western European region. അദ്ദേഹം ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്? യൂറോപ്യൻ റീജിയനിലെ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കീഴടക്കിയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഈസ്റ്റേൺ റോമൻ എംപയറിനെക്കാട്ടി കൂടുതൽ വിശാലമായിരുന്നത് നമ്മുടെ ഈ വെസ്റ്റേൺ റോമൻ എംപയർ. പിന്നെ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്, ഈ നമ്മള് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന ആര്? ജസ്റ്റീനിയൻ. അപ്പം അദ്ദേഹത്തെക്കാട്ടി കൂടുതൽ ശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ആര്? നമ്മുടെ ശാലമീൻ. അതിനുള്ള കാരണം എന്താ? അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. കാരണം അദ്ദേഹം ഓൾമോസ്റ്റ് വെസ്റ്റേൺ യൂറോപ്പിലുള്ള മിക്ക പ്രദേശങ്ങളും നമ്മുടെ ശാലമീൻ എന്ത് ചെയ്തിട്ടുണ്ട്? കീഴടക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ശക്തനും കഴിവുറ്റ ഭരണാധികാരിയും കൂടിയായിരുന്നു ആര്? നമ്മുടെ ശാലമീൻ. 2 പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, 3ാമത്തെ പോയിന്റ് നോക്ക്. He expanded his empire through political alliance and matrimonial relations. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വെസ്റ്റേൺ റോമൻ എംപയർ കൂടുതൽ വിസ്തൃതമാക്കി. എന്തിലൂടെ? ത്രൂ പൊളിറ്റിക്കൽ
അലയൻസ് രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെ, അതുപോലെ തന്നെ മാട്രിമോണിയൽ റിലേഷൻസ് വൈവാഹിക ബന്ധങ്ങളിലൂടെ അദ്ദേഹം തന്റെ പ്രദേശങ്ങൾ കൂടുതൽ എന്ത് ചെയ്തു? വിസ്തൃതമാക്കി. ആര് വിസ്തൃതമാക്കി? നമ്മുടെ ഷാലമീൻ. He expanded his empire through political alliance and matrimonial relations. വൈവാഹിക ബന്ധങ്ങളിലൂടെയും രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും അദ്ദേഹം തന്റെ പ്രദേശങ്ങൾ കൂടുതൽ 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 എന്ത് ചെയ്തു? വിസ്തൃതമാക്കുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം എങ്ങനെയാണ് പൊളിറ്റിക്കൽ അലയൻസിലൂടെ, അതായത് മറ്റുള്ള സാമ്രാജ്യത്തെ ഭരണാധികാരികളുമായിട്ട് ഇദ്ദേഹം നല്ല എന്തുണ്ടാക്കി? കയ്യൊപ്പുണ്ടാക്കി. അപ്പൊ എന്തുണ്ടാവും? അവിടുത്തെ ചില പ്രദേശങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും? കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ വിസ്തൃതമാകും, എക്സ്പാൻഡ് ആവും. രണ്ടാമത്തത് മാട്രിമോണിയൽ റിലേഷൻസ് വൈവാഹിക ബന്ധങ്ങളിലൂടെ, അതായത് ഷാലമീന് വേറൊരു സാമ്രാജ്യത്തെ രാജ്ഞിയാണ് അല്ലെങ്കിൽ ഒരു വുമനെയാണ് കല്യാണം കഴിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീധനം എന്നൊരു സംഭവം ഉണ്ട് അല്ലെ. അപ്പൊ അന്ന് ആ സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള പല പ്രദേശങ്ങളും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന് എന്ത് ചെയ്യും? കിട്ടും. അങ്ങനെയും അദ്ദേഹം തന്റെ പ്രദേശങ്ങൾ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ഈ ഒരു പോയിന്റ് പഠിച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രദേശം കൂടുതൽ വിസ്തൃതമാക്കി? ത്രൂ പൊളിറ്റിക്കൽ അലയൻസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ് വൈവാഹിക ബന്ധങ്ങളിലൂടെയും രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയുമാണ് അദ്ദേഹത്തിന്റെ പ്രദേശങ്ങള് കൂടുതൽ 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 എക്സ്പാൻഡ് ചെയ്തത് അല്ലെങ്കിൽ വിസ്തൃതമാക്കിയിട്ടുള്ളത്. ആരാ വിസ്തൃതമാക്കിയത്? യെസ്, നമ്മുടെ ഷാലമീൻ. നമ്മുടെ ഷാലമീനെ കുറിച്ച് പറയുന്നില്ല. 3 പോയിന്റ് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് he is great conqueror and efficient administrator. ശക്തനായിട്ടുള്ള കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ആര്? ഷാലമീൻ. രണ്ടാമത്തെ പോയിന്റ് എന്താ? He brought almost of the western യൂറോപ്യൻ റീജിയൻ, ഏകദേശം വെസ്റ്റേൺ പാർട്ടിലെ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം കീഴടക്കി. മൂന്നാമത്തെ എന്താ? He expanded his empire through political alliance and മാട്രിമോണിയൽ റിലേഷൻസ്. അദ്ദേഹം രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ പ്രദേശം കൂടുതൽ 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 എന്ത് ചെയ്തു? വിസ്തൃതമാക്കി. അടുത്ത പോയിന്റ് എന്താ? He introduced centralized administration. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു അല്ലെ. ഒരു കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു. ആര്? നമ്മുടെ ഷാലമീൻ. He introduced centralized administration. കേന്ദ്രീകൃത ഭരണം. ഒരു പ്രദേശത്ത് നിന്ന് മൊത്തം പ്രദേശങ്ങളും എന്ത് ചെയ്തിട്ട് ഭരിച്ചിട്ടുണ്ട്. ഒരു കേന്ദ്രത്തിൽ നിന്ന് എല്ലാ പ്രദേശങ്ങളും ഭരിക്കല്ലേ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ആര് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ ഷാലമീൻ കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ? പിന്നെ അദ്ദേഹം 2 ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്തു. ഒന്നെന്ന് പറയുന്നത് ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ആരെ കൊണ്ടുവന്നു? കൗൺസ് എന്നറിയപ്പെടുന്ന ഒരു ഓഫീസർമാരെ, ഉദ്യോഗസ്ഥന്മാരെ, അതായത് പ്രാദേശിക ഭരണം അല്ലെ. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാല് പ്രാദേശിക ഭരണം. ഇപ്പം നമ്മള് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രദേശങ്ങളും ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഓരോ ഭാഗങ്ങള് ഓരോ ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. അതിന്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും താഴെ തട്ടിലുള്ള ഭരണത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കൗൺസ് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ ആര് നിയോഗിച്ചു? നമ്മുടെ ഷാലമീൻ നിയോഗിച്ചു. പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡാഷ് എന്ന് പറഞ്ഞിട്ട് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഷാലമീന്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന പേര് കൗൺസ്. ഇനി കൗൺസുകളുടെ ഭരണം നോക്കി അവര് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ്, ഒരു രഹസ്യാന്വേഷണ വിഭാഗം, നമ്മുടെ CIDs എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുപോലെ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തെ ആരേൽപ്പിച്ചു? നമ്മുടെ ഷാലമീനെ ഏൽപ്പിച്ചു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മിസൈ ഡൊമിനിസി. എന്താണ് മിസൈ ഡൊമിനിസി? സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? കൗൺസിലിന്റെ ഒക്കെ ഭരണം നോക്കി നടത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? മിസൈ ഡൊമിനിസി എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തരും, എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഡാഷ് ഇടും. അപ്പൊ തന്നെ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് ഇവിടെ മിസൈ ഡൊമിനിസി തരും. അപ്പൊ നമ്മള് ഇത് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ നേരെ തിരിച്ചു തരും. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തന്നിട്ട് കൗൺസും തരും. അതുപോലെ തന്നെ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് ഡാഷ് തരും. അപ്പൊ ഇത് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മാറി പോകരുത്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് കൗൺസ്, സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് വലുതാണ് അല്ലെ. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ്, മിസൈ ഡൊമിനിസി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്.
അദ്ദേഹം ഈ പാവപ്പെട്ട ജനങ്ങളെ, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു റിലീഫ് ഫണ്ടുകൾ, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. ആര് നടപ്പിലാക്കി? ഷാലമീന്. ഈ ഇൻട്രൊഡ്യൂസ്ഡ് റിലീഫ് ഫണ്ടുകൾ ഏർപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ട്? ഹെൽപ്പിംഗ് ദി പുവർ, അല്ലെ, പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാലമീൻ എന്ത് ചെയ്തു? റിലീഫ് ഫണ്ടുകൾ കൊണ്ടുവന്നു, നടപ്പിലാക്കി. Then he established educational institution. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലുടനീളം അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? നമ്മുടെ ഷാലമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്. The resultant intellectual awakening known as Carolingian Renaissance. അപ്പൊ ഇത്തരത്തിലുള്ള വൈജ്ഞാനികമായിട്ടുള്ള പുനരുദ്ധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് കരോലിഞ്ചിയൻ റിനൈസൻസ്. അതെന്താണ്? ദ റിസൾട്ടന്റ് ഇന്റലക്ച്വൽ അവേക്കനിങ് നോൺ ആസ് കരോലിഞ്ചിയൻ റിനൈസൻസ്. ഈ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കില്ലേ. അപ്പം ഒരു വൈജ്ഞാനികമായിട്ട് ഒരുപാട് എന്തുണ്ടായി? വിജ്ഞാനപരമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി, അല്ലെ, ഒരു വികാസം ഉണ്ടായി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കരോലിഞ്ചിയൻ റിനൈസൻസ് എന്ന് എന്ത് ചെയ്യുന്നത് പൊതുവെ പറയുന്നത്, അല്ലെങ്കിൽ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഷാലമീനോട് കുറിച്ച് ചോദിച്ച 4 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഷാലമീന്റെ ഭരണ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഷാലമീന്റെ ഭരണ പ്രത്യേകതകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം ശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ള പ്രദേശങ്ങൾ എന്ത് ചെയ്തു? കീഴടക്കി. എന്തിനുള്ള? ത്രൂ പൊളിറ്റിക്കൽ അലയൻസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹത്തിന് 2 ഓഫീസർമാർ, അല്ലെ, സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് നോക്കാന് മിസൈൽ ഡെമനിസും ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ വേണ്ടിയിട്ട് കൗണ്ടുകളും. ഓക്കെ, ക്ലിയർ. പിന്നെ അദ്ദേഹം പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീഫ് ഫണ്ടുകൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. പിന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഹിസ് റീജിയൻ, അല്ലെ, അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. ഈ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നപ്പം ഒരു ഇന്റലക്ച്വൽ അവേക്കനിങ് ഉണ്ടായി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കരോലിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറയുന്നത്. ഒരു വൈജ്ഞാനികമായിട്ടുള്ള പുനരുദ്ധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോളി റോമൻ എംപയർ, അല്ലെ. നമ്മൾ ഈസ്റ്റർ റോമൻ എംപയർ പറഞ്ഞതുപോലെ അതിനെക്കാട്ടി കുറച്ചും കൂടി എന്താണ്? ഒരു വൈഡ് ആയിട്ടുള്ള, അല്ലെ, വിശാലമായിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ വെസ്റ്റേൺ റോമൻ എംപയർ. അപ്പൊ അതിൽ നിങ്ങൾ ക്യാപിറ്റൽ ആലോചിക്കാം, ഷാലമീനെ ആലോചിക്കാം, അദ്ദേഹത്തിന്റെ പഠന നേട്ടം. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അല്ലെ, എന്താണ് ഇങ്ങനെ ഈ ഒരു ഹോളി റോമൻ എംപയർ എന്ന പേര് വരാനുള്ള കാരണം? അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹോളി റോമൻ എംപയർ എന്ന പേര് ഇതിന് വരാനുള്ള കാരണം ഷാലമീന്റെ ഭരണ നേട്ടം. ഈ 2 ക്വസ്റ്റ്യൻ ആണ് പൊതുവെ എപ്പോഴും ലോങ് എക്സാമിന് അല്ലെങ്കിൽ ലോങ് മാർക്കിനൊക്കെ ചോദിക്കുക, ഷോർട്ടസ്റ്റ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്. അപ്പം ഈസ്റ്റേൺ റോമൻ എംപയർ, വെസ്റ്റേൺ റോമൻ എംപയർ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.